ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും കൂടി ചേർന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പങ്കജിൻ്റെ അച്ഛനും കൂടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് വഴക്കുണ്ടാക്കുന്നത്. ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ഇത് ആരാണെന്നോ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് സരസ്വതി അമ്മ അത് ആരാ എന്താ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് ചോദിച്ചു. അപ്പോൾ അത് രഞ്ജിതയുടെ ഭർത്താവും മകനുമാണെന്നുള്ള കാര്യം പറയുമ്പം അവരെന്തിനാ ഇങ്ങോട്ട് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ സുമിത്ര ഇതൊക്കെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പൂജ അങ്ങോട്ടേക്ക് വരുന്നത്. പൂജ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പൂജ ചോദിച്ചു, എന്താ ഇവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു. ഇവർ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പൂജ ഇങ്ങനെ അവരോട് ചോദിക്കുക, അതായത് സുമിത്രയോടൊക്കെ. ഇവരെന്തിനാ ഇവിടെ വന്നത്, നീ പറഞ്ഞിട്ടാണോ എന്ന് പൂജയോട് അന്നേരത്തേക്കും സരസ്വതിയും സുമിത്രയും കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല വന്നത്, അവരോട് എന്തിനാ വരാൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല അമ്മേ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവർ വന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഇവരുടെ തർക്കം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടി അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പിന്നാലെ ഇറങ്ങി ചെല്ലുകയും ചെയ്തു. ആദ്യം സുമിത്രയും പൂജയും കൂടെയാണ് ഇറങ്ങിച്ചെന്നത്. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഈ സരസ്വതി അമ്മ അവിടെ കുശുമ്പ് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായിരിക്കും എന്നാലും അവൻ അവളെ കാണാൻ വന്നത്, ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അവൾ ആ കത്ത് അവിടെ സൂക്ഷിച്ചത്, ആ ലവ് ചിഹ്നമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ വല്ല സെറ്റപ്പും ആണോ, ഇങ്ങനെയൊക്കെ സരസ്വതി അമ്മ നിന്ന് ചിന്തിക്കുക. എന്തായാലും ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പിന്നാലെ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് പങ്കജ് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുവാണ് പൂജ. അപ്പോഴേക്ക് സരസ്വതി അമ്മ ഇറങ്ങി വന്ന വരവിനാണ് ഈ കൈവൊക്കൽ കാണുന്നത്. പെട്ടെന്ന് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ കൈ പൊക്കി കാണിച്ചു. അപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ സരസ്വതി അമ്മയെ തുറച്ചൊരു നോട്ടം നോക്കി. അപ്പോഴേക്കും കൈ താത്തിയിട്ട് അനങ്ങാതെ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പൂജ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പൂജയോട് പറഞ്ഞപ്പോൾ സുമിത്ര പൂജയെ പെട്ടെന്നൊരു നോട്ടം. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അമ്മ, എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പൂജ അന്നേരം സുമിത്രയോട് പറയൂ കേട്ടോ. ചെറിയൊരു കടുക് പൊട്ടിയാൽ മതിയല്ലോ കാര്യങ്ങൾ തീരാനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ അമ്മയെ കൺവിൻസ് ചെയ്യിക്കുകയാണ് പൂജ താൻ അറിഞ്ഞിട്ടല്ല വന്നത് എന്നുള്ള കാര്യം. അപ്പോഴേക്കും പങ്കജ് പറഞ്ഞു, ആൻറ്റി ക്ഷമിക്കണം കേട്ടോ, പൂജ ഇന്നും ഓഫീസിലേക്ക് വരാൻ വൈകാതിരിക്കാൻ വേണ്ടി പൂജയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അന്നേരത്തേക്കും സുമിത്രയോട് പറയുക. അപ്പോൾ പൂജ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ അവരോട് പറഞ്ഞു. കാരണം പൂജയ്ക്ക് അപ്പുവിനെ കാണാൻ പോകണം എന്നുള്ളൊരിത് പൂജയുടെ മനസ്സിൽ കിടക്കുവാണ്. അപ്പു ആണെങ്കിലോ പൂജയെ കാണാൻ, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രണ്ടുപേരും അവർക്ക് പരസ്പരം കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്, പരസ്പരം കയ്യിലുള്ളത് കൊടുക്കാനായിട്ടും മനസ്സിലെ ഇഷ്ടം തുറന്നു പറയാനായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ പൂജയെ നിൽക്കുക. ആ സമയത്താണ് ശകുനം മുടക്കികളായിട്ട് ഈ 2 എണ്ണങ്ങൾ വന്ന് കയറിയത്. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ അവൾ വരുന്നില്ല എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ സരസ്വതി അമ്മ എന്ത് ചെയ്തു, മോളെ കൊണ്ടുപോകാൻ അവർ ഇവിടം വരെ വന്നതല്ലേ, മോള് പോകാതിരിക്കുന്നത് എന്തിനാ, മോള് ചെല്ല്, മോൾക്കൊന്നുമില്ലെങ്കിലും അവരോടൊപ്പം ഓഫീസിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ച് സരസ്വതി അമ്മ വലിയ ഡയലോഗുകൾ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, അച്ഛമ്മ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും പൂജ പറഞ്ഞു. അപ്പോഴേക്ക് സരസ്വതി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ. പൂജ നീ വെറുതെ അവരെ വഴക്ക് പറയുകയൊന്നും വേണ്ട, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പങ്കജ് നല്ലവനിൽ നല്ലവനാകാൻ ശ്രമിക്കുന്നു. ആ സമയം ഇനിയിപ്പോൾ നിനക്ക് വരാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ സോറി, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം, എന്തായാലും നീ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും ദൂരം ഞങ്ങൾ വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അരവിന്ദും അവിടെ കിടന്ന് അതും ഇതൊക്കെ പറയുവാണേ പൂജയോടും അതുപോലെ തന്നെ പങ്കജിനോടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇവർ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സുമിത്ര പറഞ്ഞു, ഏതായാലും അവരിവിടം വരെ വന്നതല്ലേ, മോളിപ്പോൾ തൽക്കാലം അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരിതും പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പൂജ മനസ്സോടെ അവരോടൊപ്പം വണ്ടിയിൽ കയറി പോകാനായിട്ട് തുടങ്ങുക. അങ്ങനെ അന്നേരത്തേക്കും പങ്കജിന് സന്തോഷമായി. കാരണം താൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയല്ലോ. ആ ഒരു സന്തോഷത്തിൽ പങ്കജ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവർ അങ്ങ് പോയി. അപ്പോൾ സുമിത്രയോട് യാത്ര പറഞ്ഞിട്ട് മകൾ അങ്ങ് പോയി. ഇവർ പോയി കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്കും പോകാൻ ടൈമായി. അപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഈ സരസ്വതി അമ്മയും കൂട്ടിയിരുത്തിക്കൊണ്ട് സുമിത്ര ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മയുടെ മനസ്സിൽ നിറച്ച് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങി തിരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇതൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളൊരിതിൽ. അപ്പോൾ സരസ്വതി അമ്മ ചോദിച്ചു, അതെ അവനും അവളും തമ്മിൽ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ, എങ്ങനെ അല്ല അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരു കാർഡൊക്കെ ഞാൻ കണ്ടിരുന്നേ. കാർഡോ? നീ എന്നോട് പൂജമോളുടെ മുറിയിൽ താമസിച്ചോളാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അലമാരി തുറന്ന് ഞാൻ എൻ്റെ സാധനങ്ങൾ വയ്ക്കാൻ നോക്കിയപ്പോൾ ആ തുണിക്കടിയിൽ നിന്ന് എനിക്കൊരു കാർഡ് കിട്ടി. അതിനകത്തൊരു 2 പ്രതിഭകൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഒരു ലവ് ചിഹ്നം ഏതാണ്ടൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സുമിത്ര ഒന്ന് പേടിച്ചു. ദൈവമേ, ഇനി അവനുമായിട്ടെങ്ങാനും പൂജയ്ക്ക് വല്ല ബന്ധമുണ്ടോ എന്നുള്ളൊരിതിൽ.
പക്ഷെ പൂജ അത്രയ്ക്ക് വിഡ്ഢിയല്ലെന്നും സുമിത്രയ്ക്ക് അറിയാം. അപ്പോഴേക്ക് സരസ്വതി അമ്മ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര പറഞ്ഞു, അമ്മ ആവശ്യമില്ലാതെ പൂജയുടെ റൂം സെർച്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട, അവൾക്ക് അവളുടേതായ കാര്യങ്ങളുണ്ടാവും, അതിനകത്തൊന്നും അമ്മ കൈ കടത്തേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ സരസ്വതിയെ വഴക്ക് പറഞ്ഞു. അയ്യോ, ഞാനൊന്നും കടത്താൻ പോയതൊന്നുമല്ല, ഞാനങ്ങനെ കണ്ടപ്പോൾ ഞാനത് എടുത്ത് നോക്കി, പെട്ടെന്ന് പൂജ വന്നത് തട്ടിപ്പറിക്കുകയും ചെയ്തു, അല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ലേ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ അങ്ങനെ ഇരിക്കാം. അപ്പോൾ സരസ്വതിയമ്മ ഒരു വലിയ കനലാണ് സുമിത്രയുടെ മനസ്സിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സുമിത്രയാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആദ്യ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പാവം അപ്പു ഇങ്ങനെ വേഗം ധൃതിപ്പെട്ടിങ്ങനെ വരുവാണ്. പൂജയുടെ ഉള്ളിൽ നിറച്ചിങ്ങനെ ടെൻഷനാണ്, അപ്പുവേട്ടനെ കാണാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോരുന്നു. അപ്പോഴേക്കും പങ്കജ് ഭയങ്കര ഹാപ്പി ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അവർ തമ്മിൽ മീറ്റ് ചെയ്യും എന്നുള്ള കാര്യം പങ്കജിന് അറിയാം. അതുകൊണ്ട് തന്നെ പങ്കജ് കളിച്ച കളിയിൽ എന്തായാലും വിജയം കണ്ടു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ പങ്കജും ഇങ്ങനെ വണ്ടിയിലിരിക്കുക. പൂജയോട് തോരാതെ വർത്തമാനങ്ങൾ പറയുകയാണ്. പക്ഷെ പൂജ വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചോദിക്കുന്നതിന് മാത്രം മറുപടി എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവരിങ്ങനെ പോരുമ്പോഴേക്കും പൂജയുടെ മനസ്സറിയാനും അല്ലെങ്കിൽ പൂജയ്ക്ക് ഇനി പങ്കജിനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നറിയാനൊക്കെ ആയിട്ട് അരവിന്ദൻ്റെ വക അങ്ങനെയും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയറിയാതെ അച്ഛനും മോനും കൂടെ പൂജയെ ഓഫീസിലേക്ക് കൊണ്ടുവരിക, മറ്റ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ സ്കൂളിൽ ചെന്നിട്ട് അവിടെ വലിയ ആൾ കളിക്കുക. വേറൊന്നുമല്ല, കുറച്ച് കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഫീസ് അടയ്ക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു ടൈം മാറിപ്പോയല്ലോ. അപ്പോൾ ഫീസ് അടയ്ക്കാൻ വൈകിയ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റണമെന്ന് പറഞ്ഞു പ്രിൻസിപ്പാളിനോട് വന്നിരുന്നു പറയുവാണ് ഈ പുള്ളിക്കാരി. അപ്പോൾ ഈ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു, ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ ക്ലാസ്സിൽ കയറ്റേണ്ട, പുറത്ത് നിർത്തണം, അതിനുശേഷം പേരൻസിനെ വിവരം അറിയിക്കണം, ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറ്റുകയുള്ളൂ എന്ന് പറയണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളും ആകെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുക. അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതിനപ്പുറം ആ മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. അദ്ദേഹം മാക്സിമം റിക്വസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ രഞ്ജിതയല്ലേ ആൾ, രഞ്ജിതയുടെ അടുത്തല്ലേ കളി നടക്കുമോ? രഞ്ജിത അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനവും മനസാക്ഷിക്കു ഇല്ലാത്ത സാധനവും ആയതുകൊണ്ട് യാതൊരു മര്യാദയും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ പ്രിൻസിപ്പളിനെ 4 ചാടിയിലും ചാടിച്ചിട്ട് രഞ്ജിത അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. സുമിത്ര വന്നു, പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുന്നു. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പ്രിൻസിപ്പളുമായിട്ട് സുമിത്ര ചർച്ച ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തോ ആവശ്യത്തിന് തിരികെ ഈ രഞ്ജിത റൂമിലേക്ക്, അതായത് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇത് സംസാരിക്കുന്നത് കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ വലിയ ഷോ ഇറക്കാൻ തുടങ്ങി, ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ട്. അപ്പോൾ തനിക്കെതിരായിട്ട് ഇവിടെ ഗൂഢാലോചനയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ചാടി അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് 4 ഡയലോഗ് അങ്ങ് അടിച്ചു. ഇന്ന് വരെ സുമിത്രയുടെ എന്താ പറയുന്നത് യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാത്ത നമ്മുടെ രഞ്ജിത ഇന്ന് സുമിത്ര ആരാണെന്നുള്ള ആ ഒരു നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞു. കാരണം സുമിത്രയുടെ പവർ എന്താണെന്ന്. കുട്ടികളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടുള്ള രഞ്ജിതയുടെ ക്രൂരതയ്ക്കെതിരെയാണ് സുമിത്ര ആഞ്ഞടിച്ചത്. എന്തായാലും സുമിത്രയുടെ വാക്കുകൾ രഞ്ജിതയെ ശരിക്കും ഒന്ന് ഒലച്ചു. അത് കഴിഞ്ഞ് രഞ്ജിത അങ്ങ് ഇറങ്ങിപ്പോയി. രഞ്ജിത ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര എന്ത് ചെയ്തു, ക്ലാസ് റൂമിലേക്ക് ചെല്ലും. അപ്പോൾ പ്രിൻസിപ്പളിനോട് സംസാരിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്വരമോള് കൂട്ടുകാരെ പുറത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ സങ്കടം അത് സുമിത്രയോട് പറയുവാണ്. അപ്പോൾ ടീച്ചറമ്മേ എങ്ങനെയെങ്കിലും അവരെ ക്ലാസ്സിൽ കയറ്റണം, അവർക്ക് ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ വിഷമമായി, ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മോള് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, മോള് സങ്കടപ്പെടേണ്ട, ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ എന്തായാലും മോളുടെ ഫ്രണ്ട്സ് ക്ലാസ് റൂമിൽ ഇരുന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കുട്ടിക്ക് വാക്ക് കൊടുക്കുക സ്വരമോൾക്ക്. അപ്പോൾ ഉറപ്പാണോ ടീച്ചറമ്മയെന്ന് ചോദിച്ചപ്പോൾ ഉറപ്പ്, ടീച്ചറമ്മയല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് സ്വരമോൾക്ക് വാക്ക് കൊടുക്കുക. അപ്പോൾ ഈ സ്വരമോളും സുമിത്രയും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഈ രഞ്ജിത അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സുമിത്ര ഇത്രത്തോളം ഉറപ്പ് ആ കുഞ്ഞിന് കൊടുക്കുമ്പോൾ രഞ്ജിത നടന്നത് തന്നെ കാണിച്ചു തരാവടി, നിൻ്റെ ഉറപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു മൈൻഡിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു രീതിയിലും ആ കുട്ടികളെ ക്ലാസ്സിൽ കയറ്റില്ല. ഇനിയിപ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടാലും സുമിത്ര ഈ കൊച്ചിന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് ആ പിള്ളേരെ ക്ലാസ് കയറ്റില്ലെന്ന് തന്നെ രഞ്ജിത്ത് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞിട്ട് നിന്ന് ആലോചിക്കുകയാണ്, സുമിത്രയുടെ വാക്കുകൾക്ക് അത്രത്തോളം പവറുണ്ട്, അത്രത്തോളം കാര്യഗൗരവമുണ്ട്. അവൾ എന്തെങ്കിലും ചെയ്ത് നാളെ ആ പിള്ളേരെ ക്ലാസ്സിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് എനിക്കാണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഫീസ് അടയ്ക്കാതെ ആ പിള്ളേരെ ഇനി ക്ലാസ് റൂമിൽ കയറ്റാൻ പറ്റില്ല, അതിനുള്ള വഴി എന്തെങ്കിലും നോക്കണം തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ രഞ്ജിത അവിടെ നിന്ന് ആലോചിക്കാം. സുമിത്ര ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത പിന്നെ പോയി ചത്താൽ മതിയല്ലോ, ആ ഒരു ഇതിലാണ് രഞ്ജിത ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും രഞ്ജിതയ്ക്ക് മേലെ സുമിത്ര പറക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് ബോധ്യമായി. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ
ഇരിക്കുമ്പോഴാണ് ഈ പങ്കജിൻ്റെ കാറിൽ പൂജ പോകുന്നത് വഴിയിൽ വെച്ച് യാദൃശികമായിട്ട് അപ്പു കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. അപ്പു ശരിക്കും സംശയത്തിൻ്റെ നിഴലിലായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇപ്പതേ നമ്മുടെ അപ്പുവിന് അത് കൺഫേമായി, പങ്കജും പൂജയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത്. ഈ ഒരു യാത്രയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉറപ്പിച്ചു താൻ വെറുതെ പിന്നാലെ നടക്കുന്നതാണെന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റൊക്കെ നിലത്ത് വീണ് അങ്ങനെ ആകെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അപ്പുവിന്. ആകെ നിരാശയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ മകൻ ഇങ്ങനെ ആ ഒരു പ്രണയം തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ അത് നടക്കാതെ പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ഛനെ പരമശിവൻ പൊക്കി, അതായത് ദീപുവിനെ. എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന കാശ് അത് ഉപയോഗപ്പെടില്ല എന്നുള്ള കാര്യം അത് 100% ഉറപ്പായി ദീപുവിൻ്റെ കാര്യത്തിലൂടെ. ചേച്ചിയെ ചതിച്ചതിൻ്റെ അല്ലെങ്കിൽ ചേച്ചിയെ വഞ്ചിച്ചുകൊണ്ട് ആ രഞ്ജിതയുടെ ഒക്കെ കയ്യിൽ കാശൊക്കെ അടിച്ചു മാറ്റി സ്വരുക്കൂട്ടി വെക്കുന്ന ആ സമയത്ത് പരമശിവത്തിൻ്റെ പൈസ കൊടുക്കാതെ അതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ദീപു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പരമശിവം ദീപുവിനെ പൊക്കി എടുത്തിട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പരമശിവത്തിൻ്റെ കൈകൊണ്ട് തന്നെ നമ്മുടെ ദീപുവിൻ്റെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ എൻ്റെ പൈസ താടാന്നും പറഞ്ഞുകൊണ്ട് ഈ പരമശിവൻ പറയുമ്പോൾ, എൻ്റെ പൊന്നു പരമശിവം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഞാൻ തരാത്തതല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തരാത്തത്, എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് കരച്ചില്ല. അപ്പോഴേക്കും നിന്നെ ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് കൊന്നു കളഞ്ഞാലുണ്ടല്ലോ, ഉറുമ്പിന് പോലും നിൻ്റെ ഒരവശിഷ്ടം പോലും കിട്ടില്ല, ആ തരത്തിൽ നിന്നെ ഞാൻ ആക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ദീപുവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗുണ്ടകളെ കൂട്ടി ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ താനൊരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് വിട്ട് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. പൈസ കയ്യിലുണ്ടായിട്ട് തരാത്തതല്ല, ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദീപു സുമിത്രയെ ചതിച്ചുണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് ദീപുവിന് പരമശിവ മരണശിക്ഷ വിധിക്കുന്നത്. എന്തായാലും സുമിത്രയെ ചതിച്ചവരൊന്നും 2 കാലിൽ നിവർന്ന് നിന്നിട്ടില്ല. അതിപ്പോൾ സ്വന്തം ആങ്ങളെയായാലും ശരി, സ്വന്തം അമ്മയായാലും ശരി, ആരായിരുന്നാലും ശരി. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് പണി കൊടുത്തവർക്കൊക്കെ തിരിച്ചടികൾ ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോസിൽ അല്ലെങ്കിൽ കഥയിൽ ഡയലോഗ്സുകളിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും സിറ്റുവേഷനെല്ലാം സെയിം തന്നെയായിരിക്കും ഒറിജിനൽ എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും അതുപോലെ തന്നെ തരുന്ന ആ ഒരു കമൻറ്റുകൾക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റിൽ കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി.